ഹായ് ഡി പി ക്രിയേറ്റീവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീട് വരുന്നത് മലപ്പുറം ജില്ലയിലെ ഇരിങ്ങാവൂർ എന്ന സ്ഥലത്താണ്. കണ്ടംപററി സ്റ്റൈലിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ സീലിംഗ് ഒന്നും കൊടുക്കാതെ തന്നെ സിലിണ്ടർ ലൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എൽ ടൈപ്പിലാണ് ഈ വീടിൻ്റെ സ്റ്റെപ്സ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം മാർബിളാണ്, നോർമൽ മാർബിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലോട്ട് പോകാം. സീലിങ്ങിലെല്ലാം പ്രൊഫൈൽ ലൈറ്റിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ടാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് നമ്മൾ ഡൈനിങ് ഹാളിന് ഒരു സൈഡിൽ വാളിലായിട്ട് ഗ്രീൻ ഷെയ്ഡിലുള്ള കളർ വാഷാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളും ലിവിങ് റൂമും തമ്മിൽ ചെറിയൊരു പാർട്ടീഷനും കൊടുത്തിട്ടുണ്ട്. ഒരു 3 ഫർഗോളം ചെയ്തിട്ട് സെൻറ്ററിൽ ഒരു CNC കട്ടിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 6 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് സോഫ അറേഞ്ച്, സിംഗിൾ പീസായിട്ടാണ് സോഫ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെ നമ്മൾ വാളിലാണ് TV അറേഞ്ച് ചെയ്തിരിക്കുന്നത്. TVൻ്റെ ബാക്ക്ഗ്രൗണ്ട് വാളായിട്ട് കളർ വാഷാണ് ചെയ്തിരിക്കുന്നത്. ബ്ലൂ ഷെയ്ഡിലാണ് കളർ വാഷ് ചെയ്തിരിക്കുന്നത്. വിൻഡോസിലെല്ലാം ഫ്രെയിംസ് നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഹാളിൽ നിന്ന് തന്നെയാണ് സ്റ്റെയർ കേസും കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. നിഷ്, പോട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ 6 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ടേബിളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിൻഡോസ് എല്ലാം നല്ല ഹൈറ്റിലും വെഡ്ത്തിലുമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഉള്ളിലോട്ട് നല്ല പ്രകാശം ലഭിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ടേബിളിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നു. വാഷ് ഏരിയയുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ലൂവർ പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കിനെല്ലാം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മൾട്ടിവുഡാണ്. 7 ഡെൻസിറ്റി വരുന്ന മൾട്ടിവുഡ് ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഗ്ലോസി മൈക്കയാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്ലോസി വുഡൻ ഷെയ്ഡും ഗ്ലോസി വൈറ്റും ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഷട്ടേഴ്സിനെല്ലാം വൈറ്റ് ഗ്ലോസിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബെഡിൻ്റെ ഹെഡ് സൈഡ് പാനലായിട്ട് കളർ വാഷാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബഡ്ജറ്റ് കുറച്ചെടുക്കാനും കഴിയും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കിച്ചണിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് PVC മൈക്കയാണ്. PVC മൈക്ക നമ്മൾ കിച്ചണിൽ നനഞ്ഞാലും പ്രശ്നം വരില്ല. കംപ്ലൈൻറ്റ്സ് ഒന്നും കൂടുതൽ വരാത്ത രീതിയിലാണ്. ടോപ്പ് സൈഡ് യൂണിറ്റിനൊക്കെ നമ്മൾ സ്ലൈഡിങ് ഡോറാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.